ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇന്ത്യക്ക് നാടകീയ ജയം എന്നുള്ള സന്തോഷ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. 6 റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നു സ്പോർട്സ് റിപ്പോർട്ടറിൽ നിന്നും. വിനേഷ് കുഞ്ഞിരാമൻ, ഗുഡ് ഈവനിങ്. ഇത് ഒരു ജയം എന്ന് പറഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് ജയം, അല്ലേ വിനേഷ്? വെരി വെരി ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാം. കാരണം ത്രസിപ്പിക്കുന്ന ഒരു ജയം, വെറും 6 റൺസ് വ്യത്യാസത്തിൽ. കാരണം പരമ്പര നിർണ്ണയിക്കുന്ന ഒരു മത്സരമായിരുന്നു. അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനും ജയത്തിനുമിടയിൽ 35 റൺസ്, ഇന്ത്യക്കും വിജയത്തിനുമിടയിൽ 4 വിക്കറ്റ്. ഇങ്ങനെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. 35 റൺസ് ഇംഗ്ലണ്ട് എടുക്കുമോ, 4 വിക്കറ്റ് ഇന്ത്യ വീഴ്ത്തുമോ എന്നുള്ള രീതിയിൽ പരമ്പര 2-1 ഇംഗ്ലണ്ട് മുന്നിൽ നിൽക്കുകയാണ്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി വിധി നിശ്ചയിക്കുന്ന ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിന്റെ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ആ ഒരു 4 വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സിറാജിന്റെയും അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയെയും തീപാറുന്ന പന്തുകളും അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ശുഭ്മൻ ഗില്ലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അവസാന ദിവസത്തേക്ക് കടന്ന മത്സരത്തിൽ 6 റൺസിന്റെ വിജയ ലക്ഷ്യത്തിന് 6 റൺസ് അകലെ വെച്ച് ഇംഗ്ലീഷ് ബാറ്റർമാർ എല്ലാവരും പുറത്താകുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 224 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. ആ സമയത്ത് വളരെയധികം ഈ ടീമിന് അവസാന ടെസ്റ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം ബാസ്ബോൾ രീതിയിൽ കളിക്കുന്ന ഇംഗ്ലണ്ടാണ്. അവർ ഏതായാലും വലിയ ലീഡിലേക്ക് പോകും, 400 മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് പോകും. അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അവരുടെ തുടക്കം. ഓപ്പണർമാർ രണ്ടുപേരും കത്തിക്കയറുകയും ചെയ്തു. വലിയ മികച്ച ഒരു റൺ റേറ്റിൽ തന്നെ അവർക്ക് സ്കോർ ഉയർത്താനും കഴിഞ്ഞു. പക്ഷേ സംഭവിച്ചത് എന്താണ്? 247 റൺസിന് അവരുടെ എല്ലാ താരങ്ങളും പുറത്താവുകയും ചെയ്തു. അതായത് 23 റൺസിന്റെ ലീഡ് മാത്രമാണ് ഇംഗ്ലണ്ടിന് നേടാനായത്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ഓരോ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് കണ്ടു. ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും യശസ്വി ജയ്സ്വാളിന്റെയും അതുപോലെ തന്നെ ആകാശ് ദീപ് സിംഗിന്റെയും, അതിൽ ജയ്സ്വാളിന്റെ സെഞ്ചുറി, മറ്റ് 3 താരങ്ങളുടെ അർദ്ധ സെഞ്ചുറി എല്ലാം ചേർന്ന ഇന്ത്യൻ സ്കോർ 396 റൺസിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത 373 എന്നുള്ള ഒരു വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിലെത്തി. അവിടെ അനായാസം ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. 50 റൺസ് ആകുമ്പോൾ തന്നെ ഡക്കന്റെ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും, ക്രോളിയുടെ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും പിന്നീട് ഇംഗ്ലീഷ് താരങ്ങൾ ഓരോരുത്തരും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത് അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു എഡ്ജ് ഇംഗ്ലണ്ടിനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സമയോചിതമായി കൃത്യമായി ഇന്ത്യൻ ബൗളർമാർ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. ജയേഷ് പൂക്കോട്ടൂർ കൂടി എന്നോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ജയേഷ്, ഏതായാലും വലിയ മികച്ച ഒരു മത്സരം തന്നെയാണ്, ത്രസിപ്പിക്കുന്ന ഒരു വിജയമാണ്. ഈ യുവതാരങ്ങൾ, പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയി ശുഭ്മൻ ഗില്ലിന്റെ കീഴിൽ വന്ന് ഏറ്റവും വെല്ലുവിളിയാർന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ടീം കളിച്ച് ജയിച്ച് നേടിയെടുത്തിരിക്കുന്ന ഒരു വിജയം. ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. പക്ഷേ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ, ടെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആവേശകരമായ മത്സരങ്ങളിലൊന്നിലായിരുന്നു ടീം ഇന്ത്യ ഒരു വലിയ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ നിർണായക പരമ്പര സമനിലയിലേക്കാക്കിയിരിക്കുന്നു. അതിൽ എടുത്തു പറയാനുള്ളത് പ്രധാന താരങ്ങളുടെ എല്ലാം അഭാവത്തിൽ, അതായത് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഒപ്പം തന്നെ അശ്വിൻ അടക്കമുള്ളവർ വിരമിച്ചു കഴിഞ്ഞു. ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് 2 മത്സരങ്ങളിൽ ഈ ടൂർണമെൻറ്റിൽ കളിച്ചിട്ടില്ല. 5-ാം മത്സരം ഋഷഭ് പന്ത്, ഇന്ത്യയുടെ എക്കാലത്തെ വിശ്വസ്തനായ ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളായ ഋഷഭ് പന്ത് പരിക്ക് കാരണം അവസാന മത്സരത്തിൽ കളിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ പോലും ഒരു യങ് ഇന്ത്യ, ശുഭ്മൻ ഗില്ലിൻ്റെ കീഴിലുള്ള യങ് ഇന്ത്യ നേടിയ ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിൻ്റെ വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഓവലിൽ പിറന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറെ നിർണായകമായ വലിയ പ്രതീക്ഷ നൽകുന്ന, കാരണം ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സൂപ്പർ താരങ്ങളുടെ എല്ലാം വിരമിക്കലിന് പിന്നാലെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. ഒരുപാട് വലിയ ചോദ്യം ഇംഗ്ലണ്ടിലേക്ക് കയറുമ്പോൾ ഈ ടീമുമായി ഗംഭീറും ഒപ്പം തന്നെ ശുഭ്മൻ ഗില്ലും എന്ത് ചെയ്യാനായിരുന്നു എന്നുള്ളവർക്കുമുള്ള മുൻതാരങ്ങളുടെ എല്ലാം വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു തരത്തിൽ പോലും സംശയത്തിന് തെളിയിക്കാനാവാത്ത വിധം അപ്രസക്തമാക്കുന്ന വിധം തന്നെയായിരുന്നു ടീം ഇന്ത്യയുടെ പ്രകടനം ഈ സീരീസിലുടനീളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ ജയേഷ് പൂക്കോട്ടൂർ, ഇന്നിപ്പോൾ കളി തുടങ്ങിയതിന് പിന്നാലെ തന്നെ ജെയ്മി സ്മിത്ത് 2-ന് പുറത്താകുന്നു, ജെയ്മി ഓവർടൺ 9-ന് പുറത്താകുന്നു. ഈ മത്സരത്തിൽ പേസർ മുഹമ്മദ് സിറാജ് കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് കൊണ്ടുവന്ന് തരികയായിരുന്നില്ലേ, ഒരു ക്ലിഫ് ഹാങ്ങറിൽ നിന്ന് വിജയത്തിലേക്ക്? ഉറപ്പായിട്ടും സിറാജ് സീരീസിലുടനീളം തന്നെ അത്തരത്തിലുള്ള വലിയ പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം 1000-ലേറെ പന്തുകളാണ് ഈ സീരീസിൽ അദ്ദേഹം എറിഞ്ഞിട്ടുള്ളത്. 180-ന് മുകളിൽ ഓവറുകൾ അദ്ദേഹം ഈ സീരീസിലുടനീളം എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ അദ്ദേഹം വലിയ സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിർണായകമായ ക്യാച്ച് വിട്ടതിന് പിന്നാലെ വലിയ വിഷമത്തോടെ ഡഗൌട്ടിലേക്ക് നടക്കുന്ന, 4-ാം ദിവസം മത്സരം അവസാന ശേഷം ഡഗൌട്ടിലേക്ക് നടക്കുന്ന മുഹമ്മദ് സിറാജിനെ കണ്ടു. അത്തരത്തിൽ സിറാജ് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ പോരാട്ട വീരത്തിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് സിറാജ് ഉള്ളത്. അപ്പോൾ സിറാജ് 5-ാം ദിവസം തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. അത്തരത്തിൽ തന്നെ അവസാന വിക്കറ്റ് എടുത്ത ശേഷമുള്ള സിറാജിൻ്റെ ആ ഒരു സെലിബ്രേഷനും അത്തരത്തിലുള്ളതായിരുന്നു. ക്രിസ്ത്യാനോ
റൊണാൾഡോയുടെ ഐക്കോണിക്കായ കാമ സെലിബ്രേഷനിലൂടെയാണ് അവസാന വിക്കറ്റ് നേട്ടം ഇന്ത്യയുടെ വിജയം സിറാജ് ആഘോഷിച്ചത്. അത്തരത്തിൽ ഒരുപാട് ഇന്ത്യൻ ഇന്നിങ്സിലേക്ക് മൊത്തം നോക്കുമ്പോൾ ഈ പരമ്പരയിലുടനീളം നോക്കുമ്പോൾ തന്നെ ബാറ്റിംഗിൽ ശുഭ്മാൻ ഗില്ലാണ് ടോപ്പ് സ്കോർ ആയിട്ടുള്ളത്. ഒപ്പം തന്നെ ബൗളിംഗിലേക്ക് വരുമ്പോൾ ടോപ്പ് വിക്കറ്റ് ടേക്കർ 21 വിക്കറ്റുകളുമായി മുഹമ്മദ് സിറാജ് ആണ്. പിന്നിലുള്ളത് മറുഭാഗത്തും ഇത്രയും നമുക്ക് ആവേശം കൂട്ടിയത് ജയേഷ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടുന്ന ഹാരി ബ്രൂക്ക്, ജോ റൂട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഇന്നിംഗ്സ് ഇന്നലെ ഞായറാഴ്ച ഈ കളി ഇരുന്ന് കണ്ടവരൊക്കെ ഇംഗ്ലണ്ട് കൊണ്ടുപോയി എന്ന് കരുതുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് സഞ്ജയ് ബാങ്കറുടെ ഒരു പ്രവചനം വരുന്നത്. ESPN-ൽ ആദ്യ കളിയുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രവചനം ശരിയായി. രണ്ടാമത് സഞ്ജയ് ബാങ്കർ പറയുന്നു ഇന്ത്യക്കും ജയിക്കാൻ സാധ്യതയുണ്ട്. അതോടെ ഞായറാഴ്ച രാത്രിയോടെ കുറച്ചുകൂടി ഇന്ത്യൻ ആരാധകർക്ക് ആവേശമായി. എന്തായാലും സഞ്ജയ് ബാങ്കർ പറഞ്ഞതുപോലെ കളിയൊടുവിൽ ഇന്ത്യ കൊണ്ടുപോയി അല്ലേ? ഉറപ്പായിട്ടും. കാരണം രണ്ട് ഭാഗത്തേക്കും തിരിയാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു മത്സരം ഉണ്ടായിരുന്നത്. കാരണം 35 റൺസായിരുന്നു ഇംഗ്ലണ്ടിന് ആവശ്യമുള്ളത്, ഇന്ത്യക്ക് ആവശ്യമുള്ളത് 4 വിക്കറ്റ്. ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ബാറ്റർമാരെയെല്ലാം സിറാജും പ്രസിദ്ധും ഇന്ന് നേടിയ 4 വിക്കറ്റിൽ 3 സിറാജ് സ്വന്തമാക്കിയിരിക്കുന്നു. 1 പ്രസിദ്ധ് കൃഷ്ണയാണ് സ്വന്തമാക്കിയത്. ജയേഷ്